പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തൻ്റെ ചതിയുമായി മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതോടെ ഇനി കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ. കാര്യങ്ങൾ നടന്നാൽ കോടികളാണ് കയ്യിലേക്ക് വരുന്നത്. മാത്രവുമല്ല, ഇഷയും എനിക്ക് സ്വന്തം. ഇനി എന്നെ ഈ കാര്യത്തിൽ നിന്ന് തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള ഉറപ്പും ഉണ്ടായിരിക്കുകയാണ് രാഹുലിന്. പക്ഷേ ഇതേ സമയം സോഹൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാക്കുന്നു. ഇതോടെ സോഹൻ കാര്യങ്ങൾ ഉടൻ തന്നെ അഭിഷേകിനെ അറിയിക്കുന്നതിനായി തീരുമാനം എടുത്തിരിക്കുകയാണ്. അഭിഷേകിന്റെ ക്യാബിനിലേക്ക് വരുന്ന സോഹൻ, എടാ, നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? ഇത് കേട്ടതിനെ തുടർന്ന്, എന്ത് കാര്യമാടാ, നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. ഇഷ മേഡത്തിന്റെ വിവാഹമായി. ഇത് കേട്ട അഭിഷേക് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്ത് വിവാഹമോ? എന്ന്? എപ്പോ? ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിപ്പോൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഇഷ മേഡത്തിന്റെ വിവാഹം ഈ അടുത്ത് തന്നെ ഉണ്ടാകും. മാത്രവുമല്ല, ഇതിനെല്ലാം മുൻകൈയെടുത്ത് റാംമോഹൻ സാർ തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. ഇത് കേൾക്കുന്ന അഭിഷേക്, ആരാണ് വരൻ? പയ്യനാരാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് കേട്ടാൽ നീ ഞെട്ടിപ്പോകും. നീ പണ്ട് ദേഷ്യപ്പെട്ടിരുന്ന ഒരുത്തിനില്ലേ, ആ രാഹുൽ, അവൻ തന്നെയാണ് ഇഷയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. പണ്ടേ അവന് ഇഷ മേഡത്തിലൊരു കണ്ണുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് അവൻ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. വെറുമൊരു ഫ്രോഡ്. അതെ, അവനെ എനിക്ക് കണ്ണെടുത്താൽ പോലും കണ്ടുകൂടാ. അത്ര വലിയ ചതിയനാണ് അവൻ. അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെയാണ് ഇഷ പോയി കല്യാണം കഴിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം? പക്ഷേ ഈ വിവാഹം നടക്കുകയാണ് എങ്കിൽ ഇഷയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അവളെ രക്ഷിക്കണം. എടാ, നീ എങ്ങനെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്? നിന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിക്കാൻ പോലും ഇഷ മേഡം തയ്യാറല്ല. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഇപ്പോഴുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാനും പറയാൻ നിനക്ക് എന്ത് അവകാശമാണ് ഉള്ളത്? നീ പറയുന്നത് കേൾക്കാൻ ഇഷ മേഡം തയ്യാറാകും എന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടതിനെ തുടർന്ന്, എനിക്കതൊന്നും അറിയില്ല, പക്ഷേ ഞാനിതിൽ ഇടപെടും. ആ ചതിയൻ്റെ കൈകളിൽ നിന്ന് ഇഷയെ രക്ഷിക്കേണ്ട ചുമതല എനിക്ക് തന്നെ ആണ് എന്ന് പറയുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് ഉടൻ തന്നെ അഭിഷേക് ഇഷയെ കാണുന്നതിനായി പോയിരിക്കുകയാണ്. അഭിഷേക് വീണ്ടും തൻ്റെ ക്യാബിനിലേക്ക് വന്നതിനെ തുടർന്ന്, എന്തിനാണ് വന്നത് എന്ന് ഇഷ ചോദിക്കുകയാണ്. ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇഷ മേഡം അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഇഷ. അവിടെ എത്തിയതിനെ തുടർന്ന് മേഡത്തിൻ്റെ വിവാഹമായി എന്നുള്ള കാര്യം അറിഞ്ഞു എന്ന് പറയുകയാണ് അഭിഷേക്. ഇത് കേട്ടതിനെ തുടർന്ന്, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്? എൻ്റെ വിവാഹമാവുകയോ വിവാഹം ഇല്ലാതിരിക്കുകയോ ചെയ്യും. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അല്ല മാഡം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കാര്യങ്ങൾ അറിഞ്ഞു. രാഹുലിനെ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനൊരു ചതിയനാണ്. അവൻ്റെ കെണിയിൽ മാഡം വീണു പോകരുത്.
അവൻ എന്തായാലും സ്വത്തിനു വേണ്ടിയാണ് മാഡത്തെ വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. മാഡം കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എന്നോടുള്ള ദേഷ്യത്തിന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇത് കേൾക്കുന്ന ഇഷ ചിരിക്കുകയാണ്. നിങ്ങളോടുള്ള ദേഷ്യമോ? എനിക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാൻ നിങ്ങളെൻ്റെ ആരാണ്? നീ ഒന്നും എൻ്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി കരയാനോ മറ്റൊന്നിനോ എനിക്ക് സമയമില്ല. ഞാൻ നിനക്ക് വേണ്ടിയല്ല വിവാഹം കഴിക്കുന്നത്. എനിക്കും എൻ്റെ അച്ഛനും വേണ്ടിയാണ്. ആ വരനെ കണ്ടുപിടിച്ചത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവൻ നല്ലൊരു വ്യക്തിയാണ് എന്ന്. അത് തന്നെ വലിയൊരു കാര്യം. എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത്. അച്ഛനാണ് എന്നെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ പറയുന്ന കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകും. പിന്നെ അവൻ കള്ളനാണ് എന്നുള്ള കാര്യം, നീ ഇത്രയും നാൾ സ്നേഹം അഭിനയിച്ച് കൂടെ നിന്നത് ഞങ്ങളുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ തന്നെയല്ലേ? നിന്നേറ്റവും വലിയൊരു കള്ളനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ മറ്റൊരാളെ കുറ്റം പറയുന്നത് നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. ഞാനിത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ഒരിക്കലും മാഡം ഈ വിവാഹം കഴിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. എനിക്ക് ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഇതുപോലുള്ള ലൂസ് ടോക്സിന് എനിക്ക് സമയമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ നിരാശനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് അഭിഷേക്. പക്ഷേ എന്തായാലും രാഹുലിനെ ഒന്ന് കാണണം എന്നുള്ള തീരുമാനം അഭിഷേക് എടുക്കുകയും ചെയ്യുന്നു. ഇതോടെ സോഹനോട് കൂടെ വരാൻ പറഞ്ഞതിനെ തുടർന്ന് സോഹനും അഭിഷേകും ചേർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് രാഹുലിനെ. ഇതോടെ രാഹുൽ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുകയും ഇഷ എൻ്റേത് മാത്രമാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അഭിഷേകിൻ്റെ പ്രതീക്ഷകൾക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.